ന്യൂസിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലൂടെയുള്ള ആരോസിൻ്റെ യാത്ര തുടരുകയാണ്. ഇതിനോടകം തന്നെ നമ്മൾ 17 മണ്ഡലങ്ങളിലെ വിശേഷങ്ങളും ജനാഭിപ്രായങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് 3 മണ്ഡലങ്ങൾ മാത്രമാണ്. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് കാസർഗോഡ് മണ്ഡലത്തിലൂടെയാണ്. ശ്രീ ഹർലാൽ, കാസർഗോഡ് മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണൂരെ പോലെ തന്നെ കാസർഗോഡും LDF അനുകൂലമായി നിലപാടെടുക്കുന്ന ഒരു മണ്ഡലമാണ്. നമ്മൾ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനും കണ്ണൂരെ പോലെ തന്നെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5ലും LDF സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ഇപ്പോഴത്തെ സ്ഥിതി ഒന്ന് വിശദീകരിക്കാം. ഈ കാസർഗോഡ് മണ്ഡലം അടിസ്ഥാനപരമായി ഇടതുപക്ഷത്തിൻ്റെ കുത്തക മണ്ഡലമെന്ന് പറയാവുന്ന മണ്ഡലമായിരുന്നു. എല്ലാ കാലത്തും ഏത് പ്രതിസന്ധിയിലും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്ന മണ്ഡലമാണ്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കാസർഗോഡും ഒലിച്ചുപോയി എന്നാണ് നമ്മൾ കണ്ടത്. നേരത്തെ പറഞ്ഞ നിരവധിയായ കാരണങ്ങളുണ്ട്. അത് ഒരു പക്ഷേ കേരളം ഒരിക്കലും ചിന്തിക്കാത്തൊരു റിസൾട്ടായിരുന്നു. അതെ, കാസർഗോഡ്, ആറ്റിങ്ങൽ, ആലത്തൂർ ഇതൊക്കെ LDF നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഇടതുപക്ഷം പോലും ചിന്തിക്കാത്തൊരു കാരണമാണ്. ജനങ്ങളും ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. പക്ഷേ കാസർഗോഡ് അടക്കം കഴിഞ്ഞ തവണ നഷ്ടപ്പെടുകയും ആലപ്പുഴ മാത്രം നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ കാസർഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ കാണാം, 2009 പി കരുണാകരനാണ് ജയിച്ചു വരുന്നത്, 2014 പി കരുണാകരൻ ജയിച്ചു വരുന്നു. എന്നാൽ 2019 വരുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ ജയിച്ചു വരുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത്. രാജ്മോഹൻ ഉണ്ണിത്താൻ നിരവധി ഇലക്ഷൻ നിൽക്കുകയും തോക്കുകയും ചെയ്തുകൊണ്ട് തുടർച്ചയായി തോറ്റു വന്നിരുന്ന ആളാണ്. അദ്ദേഹം കാസർഗോഡ് വന്ന് വിജയിക്കുന്ന ഒരു വിജയിയായി മാറുകയാണ് ചെയ്തത്. കാസർഗോഡ് ഇപ്പോഴത്തെ നമ്മൾ നിലയിൽ വിലയിരുത്തുമ്പോൾ, ഈ ഇലക്ഷൻ്റെ ഘട്ടത്തിൽ നിന്ന് വിലയിരുത്തുമ്പോൾ അവരുടെ പാരമ്പര്യം വീണ്ടെടുത്തുകൊണ്ട് തീർച്ചയായും ഇടതുപക്ഷത്തേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ ശക്തമായ മത്സരത്തിലൂടെ അവിടെ ഇടതുപക്ഷം തിരികെ വരുന്നു എന്നുള്ളതാണ്. ആ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് ശേഷം രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് യഥാർത്ഥത്തിൽ ക്യാമ്പ് ചെയ്ത് ഇത് കണ്ടുകൊണ്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണാതിരുന്നത്. അദ്ദേഹം പലപ്പോഴും അവിടെ തന്നെ തങ്ങി പ്രവർത്തിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഇപ്പോൾ ദൃശ്യമാകുന്നൊരു കാഴ്ച, ശക്തമായ മത്സരത്തിലൂടെ അവിടെ LDF തിരിച്ചു വരാൻ പോകുന്നു എന്ന തരത്തിലാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യം കാസർഗോഡിനെ സംബന്ധിച്ചില്ല. ജനാഭിപ്രായം കേട്ടുകൊണ്ട് മത്സരാർത്ഥികളെയൊക്കെ സംബന്ധിച്ചും അവിടെ വരാൻ പോകുന്ന തീരുമാനത്തെക്കുറിച്ച് നമുക്ക് പരാമർശിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. നമുക്കിനി ജനാഭിപ്രായത്തിലേക്ക് കിടക്കാം. അതെ, ഈ മാസം 26-ാം തീയതി വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഈ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്രാവശ്യം ഏത് സ്ഥാനാർത്ഥിക്കാണ് മുൻതൂക്കം? ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനം ജയിക്കാനാണ് സാധ്യത. മാഷം എന്തുകൊണ്ടാണ്? കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്രാവശ്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ രാഹുൽ ഗാന്ധി കേരളത്തിലെ വയനാട് ജില്ലയിൽ മത്സരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുന്നൊരു പൊതുവേ ധാരാള ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം UDF ജയിച്ചു പോയത്. ആ വിശ്വാസം ഇപ്പം ജനങ്ങൾക്ക് ഇല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു 11ഓളം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ BJPയിലേക്ക് പോയല്ലോ. അപ്പോൾ കോൺഗ്രസിന് ആ ഒരു സാധ്യത കുറവാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം കൊണ്ട് എന്തായാലും കാസർഗോഡ് ഇടതുപക്ഷം മുന്നണി ജയിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. LDF തന്നെയാണ് വിജയ സാധ്യത. കേരളത്തിൽ തന്നെ പൊതുവെ രാജ്യത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് മുന്നിട്ട് ഇറങ്ങുന്നത് LDF ആണ് എന്നുള്ള ഒരു ട്രെൻഡ് നമ്മുടെ കേരളത്തിലുടനീളം ഉണ്ട്. അതുകൊണ്ട് LDF തന്നെയാണ് കാസർഗോഡ് മണ്ഡലത്തിൽ വിജയ സാധ്യത. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ എന്താണ് അങ്ങനെയുള്ള ആള്? ഞാൻ 35 കൊല്ലമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണ്. ആള് വന്നിട്ട് ഒരു MP ആണെന്ന് ഇവിടെ കണ്ടത് അയാളെ കണ്ടിട്ടാണ്. മറ്റേ കർണാടക MP ഉണ്ടായി, ഗോവിന്ദനുണ്ടായി. ആളൊന്നും ഒരു ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല. ഇയാൾ പറഞ്ഞ ശേഷം ശരിക്കും MP എന്ന് കണ്ടാൽ വീണ്ടും ഒരു കൈ തരും, എല്ലാവരേക്കും വിളിച്ചാൽ പോവും. അതാണ് ഏറ്റവും വലിയ. ഒന്നും കൊടുത്തിട്ടോ വാങ്ങിയിട്ടൊന്നല്ല, ജനകീയ ഒരു MP ആണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. എന്തുകൊണ്ട് നിലപാട് അങ്ങനെയാണ് ഇടതുപക്ഷത്തിന്. അതുകൊണ്ട് എന്തുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തിന് കാസർഗോഡ് കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നപ്പോൾ കേരളം മൊത്തം ജനങ്ങൾ വിചാരിച്ചു BJPക്ക് എതിരിട്ടാരും കാക്കാം അതാ വിചാരിച്ചത്. അങ്ങനെ നടന്നത് നമ്മളെ LDFന്റെ സ്ഥാനാർത്ഥി MP ബാലകൃഷ്ണ മാസ്റ്ററിന് വിജയിക്കും. ഇപ്രാവശ്യം ജയിക്കാനാണ് സാധ്യത. കാസർഗോഡ് UDF വിജയിക്കും ഇക്കുറി തീർച്ചയായും വൻ ഭൂരിപക്ഷത്തോടു കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജനങ്ങൾ അംഗീകരിച്ച MP ബാലകൃഷ്ണ മാസ്റ്റർ തീർച്ചയായും വിജയിക്കും. ഉണ്ണിത്താൻ ജയിക്കാൻ സാധ്യത കൂടുതലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച മെമ്പറാണ്. പറയത്തക്ക അപാകത്തോടൊന്നുമില്ല.
അപ്പോൾ അയാൾക്ക് ചാൻസ് കിട്ടും. കാസർഗോഡ് മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ മാസ്റ്റർ തീർച്ചയായും വിജയിക്കും. എന്തുകൊണ്ടാണ് ബാലകൃഷ്ണൻ മാഷ് വിജയിക്കാനുള്ള സാധ്യത? ബാലകൃഷ്ണൻ മാഷ് വിജയിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ബാലകൃഷ്ണൻ മാഷിന് വിജയിക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്നറിയാം, കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് MP പോയിട്ട് ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം പോലും അവിടെ പോയിട്ട് നമ്മളെ കേരളത്തെ കുറിച്ച് ഒരു കാര്യം കൊണ്ടില്ല. സംശയമുണ്ടോ? ഉണ്ണിത്താൻ തന്നെ ഇനി ഭൂരിപക്ഷം കൂടുന്നല്ലാതെ കുറയില്ല. ഇപ്രാവശ്യം ഭൂരിപക്ഷം കൂടുകയും, കാരണം വൻ ഭൂരിപക്ഷത്തോടെയാണ് കാസർഗോഡ് മണ്ഡലത്തിൽ ഉണ്ണിത്താൻ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. ഇടതുപക്ഷം ബാലകൃഷ്ണൻ. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ തീർച്ചയായിട്ടും LDF ആയിരിക്കും വിജയിച്ച് വരാൻ ഉള്ള സാധ്യത. എന്തുകൊണ്ടാണ് ഇടതുപക്ഷം വിജയിക്കാനുള്ള സാധ്യത? ഒന്ന്, കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് വളരെയധികം സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ 5 വർഷക്കാലം ഈ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിനകത്ത് നിലവിലുള്ള MP ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഈ നാടുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും പാർലമെന്റിനകത്ത് വേണ്ട വിധത്തിൽ പറയാത്ത ഒരു സമീപനമാണ് സ്വീകരിച്ചത്. പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി ബില്ല് ഉൾപ്പെടെയുള്ള ചില വിഷയങ്ങളിൽ മൗനം അവലംബിക്കുന്ന നിലപാടാണ് നമ്മുടെ മണ്ഡലത്തിലെ MP ഉൾപ്പെടെയുള്ള കേരളത്തിലെ UDFന്റെ 18 MPമാരും നിർവഹിച്ചിട്ടുള്ളത്. തിയാരോസിൻ്റെ ടീം ഇപ്പോൾ കാസർഗോഡ് മണ്ഡലത്തിലുടനീളം സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. ഈ ജനാഭിപ്രായങ്ങൾ വീക്ഷിച്ചുകൊണ്ട് നമ്മളിതെങ്ങനെയാണ് ഒരു കൺക്ലൂഷനിലെത്തുക? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യം. കാസർഗോഡ് ഇടതുപക്ഷത്തിൻ്റെ ഒരു കുത്തക സ്ഥലമാണ് എന്ന് ജനാഭിപ്രായത്തിലും സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാര്യം ജനങ്ങൾ അവിടെ ബഹുഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ തവണ വന്ന തെറ്റ് ഉണ്ടാകില്ല, ഞങ്ങൾ ഞങ്ങളുടെ പാരമ്പര്യം വീണ്ടെടുക്കും, ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കും എന്ന നിലയിൽ വളരെ വ്യക്തമായ നിലയാണ് എടുക്കുന്നത്. അവിടെ മറ്റൊരു പ്രത്യേകത, വളരെ ഇമേജുള്ള ME ബാലകൃഷ്ണനാണ് അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. CPIMൻ്റെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ME ബാലകൃഷ്ണൻ അവിടെ ജനങ്ങളിൽ നല്ല സ്വീകാര്യനാണ്. മറ്റ് ഒരു അലിഗേഷനും സൂചിപ്പിക്കാൻ ഇല്ലാത്തൊരാളാണ്. അദ്ദേഹത്തിന് നല്ല ആളുകളുടെ ഇടയിൽ നല്ല ബന്ധമുണ്ട്. അതുപോലെ തന്നെ അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നേക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ നിലവിലെ MP തന്നെയാണല്ലോ. അപ്പോൾ ME ബാലകൃഷ്ണൻ, അതുപോലെ രാജ്മോഹൻ ഉണ്ണിത്താൻ, ML അശ്വതി അവിടെ BJPയുടെ സ്ഥാനാർത്ഥി. BJPക്കും മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വോട്ടുള്ള സ്ഥലമാണ് കാസർഗോഡ്. അതെ, കാര്യം കാസർഗോഡ് BJPക്ക് കുറേ വേരോട്ടമുണ്ട്, നമുക്കത് നിഷേധിക്കാൻ കഴിയില്ല. അതിന് നിരവധിയായ കാരണങ്ങളുണ്ട്. ഒന്ന്, കർണാടകയോടുകൂടി ചേർന്ന് കിടക്കുകയും കർണാടകയിലെ രാഷ്ട്രീയം കുറേയൊക്കെ സ്വാധീനിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് കാസർഗോഡ് മണ്ഡലം. അവിടെ ഒരു നല്ലൊരു ശതമാനം ആളുകൾ, വോട്ടർമാർ കർണാടക ഭാഷ സംസാരിക്കുന്നവരുമാണ്. അപ്പോൾ കർണാടകയുമായൊരു ബന്ധം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ BJPക്ക് കുറേ ഇവിടെ സ്വാധീനവും പല രൂപത്തിലൂടെ കടന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗണ്യമായ രൂപത്തിൽ അവർ കഴിഞ്ഞ ഇലക്ഷനിൽ വോട്ട് പിടിച്ചിട്ടുണ്ട്. ഇത്തവണയും മത്സരം നന്നായി കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ പ്രധാന മത്സരം നമ്മൾ കാണുന്നത് ജനാഭിപ്രായം രേഖപ്പെടുത്തുന്ന പോലെ തന്നെ ME ബാലകൃഷ്ണനും അതുപോലെ രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിലാണ്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കാലത്ത് വന്ന കൈത്തെറ്റ് തിരുത്തി ഇടതുപക്ഷം അതിൻ്റെ അഭിമാനം വീണ്ടെടുത്തുകൊണ്ട് തിരികെ വരുന്നുവെന്നും അവിടെ ഞങ്ങൾ കാത്തിരിക്കുന്നു ഇടതുപക്ഷത്തെ ജയിപ്പിക്കാനെന്ന് ജനങ്ങൾ അഭിപ്രായം പറയുകയാണ്. അതിന് നിരവധിയായ കാരണങ്ങളുണ്ട്. കാരണം പാർലമെൻറ്റിനകത്ത് അതോടൊപ്പം തന്നെ പാർലമെൻറ്റിൽ കേരളത്തിന് വേണ്ടി എടുക്കുന്ന സമീപനത്തിനകത്തൊക്കെ വന്ന UDFനാകെ വന്ന വീഴ്ച അവിടുത്തെ വീഴ്ചയായി വരുന്നുണ്ട്. ഈ ഇലക്ഷനിൽ വരുന്നൊരു പ്രത്യേകതയാണ്. എന്തുകൊണ്ട് 2019 അല്ല 2024 എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം, 2019 ജയിച്ചുപോയ MPമാർ എടുത്തൊരു സമീപനം ഈ പറഞ്ഞതുപോലെ കേരളത്തിന് കൂടുതൽ ഗുണകരമായിരുന്നില്ല. അതോടൊപ്പം തന്നെ BJP ഗവൺമെൻറ് ഉയർത്തിക്കൊണ്ടുവന്ന പ്രതിലോമകരമായ തീരുമാനങ്ങൾക്കെതിരെ ശക്തമായി പാർലമെൻറ്റിനകത്ത് നിലപാടെടുക്കുന്നതിൽ വീഴ്ച ഇവിടെ വന്നിട്ടാണ്. അതിൽ രാജ്മോഹൻ ഉണ്ണിത്താനും മാറി നിൽക്കാൻ കഴിയുന്നില്ല. ഈ നെഗറ്റീവ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയും തലയിൽ വരികയാണ്, സ്വാഭാവികമായി വരികയാണ്. അപ്പോൾ അതാണ് അവിടെ ME ബാലകൃഷ്ണൻ കുറേ മേൽമയായി വരുന്നത്. സ്വാഭാവികമായി അവിടെ അടിത്തറ ഇടതുപക്ഷത്തിൻ്റെ അടിത്തറയിൽ നിന്ന് തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. ശക്തമായ അടിത്തറ ഉള്ളതുകൊണ്ട് തന്നെ തിരികെ വരാൻ അവർക്ക് എളുപ്പമായി വരുന്നു. ഇപ്പോൾ ജനം സാക്ഷ്യപ്പെടുത്തുന്നത് ഈ 24 ഇപ്പോൾ വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനിൽ കാസർഗോഡ് പഴയ പാരമ്പര്യം വീണ്ടെടുത്തുകൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം എന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ് അവിടുത്തെ വോട്ടർമാർ. ഇതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പം നമുക്ക് നിസ്സംശയം പറയാം, കാസർഗോഡ് മണ്ഡലം ഇത്തവണ ഇടതുപക്ഷത്തിനൊപ്പം തന്നെ നിൽക്കുമെന്നും ME ബാലകൃഷ്ണൻ നല്ലൊരു ഭൂരിപക്ഷത്തിൽ കാസർഗോഡ് നിന്ന് വിജയിച്ചു വരുമെന്നാണ് DROസിൻ്റെ പ്രതീക്ഷ.
വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.